ടിക്ടോക്ക് വിത്ത് നമിത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ IPL സീസൺ ആവാറായല്ലോ. നമുക്കിപ്പോൾ ഓരോ ടീമിൻ്റെയും സ്കോഡ് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 3 ടീമിൻ്റെയും സ്കോഡ് നമ്മൾ അനലൈസ് ചെയ്തു. CSK അനലൈസ് ചെയ്തു, RCB അനലൈസ് ചെയ്തു, അതുപോലെ KKR അനലൈസ് ചെയ്തു. ഇപ്പോൾ നമുക്ക് മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോഡ് അനലൈസ് ചെയ്യാം. മുംബൈ ഇന്ത്യൻസിൻ്റെ സ്കോഡിലേക്ക് വന്നാൽ അവർ 5 തവണ കിരീടമൊക്കെ നേടിയ ടീമാണ്. പക്ഷെ ഇപ്പോൾ കുറച്ച് സീസണിൻ്റെ അത്ര വലിയ പെർഫോമൻസിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുന്നില്ല. 2020 അവസാനമായിട്ട് അവർ കിരീടം നേടിയത്. ഇപ്പോൾ കുറച്ച് സീസണായി അവർ കിരീടം നേടിയിട്ട്, അപ്പോൾ ഇത്തവണ അതിലുള്ള എല്ലാ ഇതും ചെയ്തിട്ടാണ് അവർ വരുന്നത്. ഇത്തവണ അവർ ഓപ്ഷനിൽ അവർ ക്യുണ്ടൻ ഡി കോക്കിനെ അവർ ബൈ ചെയ്തിട്ടുണ്ട്. അവർക്ക് ആകെ ഉണ്ടായത് 2.75 കോടി രൂപ മാത്രമായിരുന്നു അവർക്കുണ്ട്. അല്ലെങ്കിൽ അവർ QDK അവരെടുത്തു, പിന്നെ കുറച്ച് യങ് ടാലൻസിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അവർ ഷെർഫിൻ റുദർഫോർഡ്, ഷാർദുൽ താക്കൂർ, മായങ്ക് മാർക്കൻഡ് എന്നിവരെ ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ സ്കോഡിലേക്ക് നമുക്കൊന്ന് പോയാൽ, ഇപ്പോൾ ബാറ്റേഴ്സ് ആയിട്ട് രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, അതേപോലെ നമ്മുടെ ധനീഷ് മലേവർ, ഷെർഫിൻ റുദർഫോർഡ് എന്നിവരുണ്ടാവും. വിക്കറ്റ് കീപ്പേഴ്സായിട്ട് റോബിൻ മിൻസ്, ക്യുണ്ടൻ ഡീകോക്ക്, റയാൻ റിക്കൽട്ടനും ഉണ്ട്. ഓൾറൗണ്ടേഴ്സിന്റെ ലിസ്റ്റിൽ വന്നാൽ ക്യാപ്റ്റനായിട്ട് ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, നമാൻ ദേർ ഉണ്ട്, മിച്ചൽ സാനർ ഉണ്ട്, കോർബിൻ ബോഷ് ഉണ്ട്, വിൽ ജാക്സൺ ഉണ്ട്, ഷാർദുൽ താക്കൂർ ഉണ്ട്, മായങ്ക് റാവത്ത് ഉണ്ട്, അഥർവ അങ്കുലേക്കർ ഉണ്ട്. ഇതിലിപ്പോൾ അഥർവ അങ്കുലേക്കർ റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്, കാരണം അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. ബൗളേഴ്സ് ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹറിന് വേണ്ടി നമുക്ക് ഓൾറൗണ്ടായിട്ട് കൂട്ടാം. മായങ്ക് മാർക്കണ്ഡെ, അശ്വിനി കുമാർ, രഘു ശർമ്മ, അല്ലാ ഗസൻഫർ, മുഹമ്മദ് ഇസർ. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ശക്തമായ സ്കോഡ് ഉണ്ട് ഇവർക്ക്. കിരീടം നേടാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ടീമാണ് മുംബൈ ഇത്തവണ. അത്രയും ഡെപ്ത് ഉള്ള സ്കോഡ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ സ്ട്രെങ്ത്തിലേക്ക് പോയാൽ ഒന്ന് തീർച്ചയായിട്ടും അവരുടെ ഇന്ത്യൻ കോറാണ്. അതായത് നല്ല ഫ്ലെക്സിബിലിറ്റി ബാറ്റിംഗ് യൂണിറ്റ് ഉണ്ട് അവർക്ക്. പിന്നെ ബൗളേഴ്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹർ, ഷാർദുൽ താക്കൂർ ഇങ്ങനെ അറിയപ്പെടുന്ന കിഡിലൻ ഫാസ്റ്റ് ബോളിംഗ് ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ വിൽ ജാക്സ്, കോർബിൻ ബോഷ്, മിച്ചിൽ സാനർ, ഷെർഫിൻ റുദർഫോർഡ്, അല്ലാ ഗസൻഫർ, ക്യുണ്ടൻ ഡീകോക്ക്, റയാൻ റിക്കൽട്ടൻ ഇവരൊക്കെ മികച്ച ഫോമിൽ ഇപ്പോൾ നിൽക്കുന്ന പ്ലേയേഴ്സാണ്. പ്രത്യേകിച്ച് വിൽ ജാക്സും റുദർഫോർഡും രണ്ടുപേരും നല്ല ഫോമിലാണ് ഇപ്പോൾ നിന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് ഒക്കെ കിഡിലൻ പോലത്തെ പെർഫോമൻസ് ആയിട്ട് രണ്ടാളും കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഡെത്ത് ബോളിംഗ് അവർക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ട്. കാരണം ഇപ്പോൾ ജസ്പ്രീത് ബുംറ അല്ലാണ്ട് വേറൊരു ഡെത്ത് ബോളർ ഇല്ല, സ്പെഷ്യലിസ്റ്റ് ഡെത്ത് ബോളർ ആയിട്ടില്ല. കാരണം ഇപ്പോൾ ദീപക് ചഹറും നമ്മുടെ ഷാർദുൽ താക്കൂറോ അല്ല ബോൾട്ടൊക്കെ ആയാലും ഡെത്ത് ബോളിംഗ് അവർ അത്ര വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടായിട്ടില്ല. റൺസ് നല്ലോണം ലീക്ക് ചെയ്യും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു സ്പിൻ ബോളിംഗ് ഇപ്പോൾ മിച്ചൽ സാനർ ഓക്കെ, മായങ്ക് മാർക്കൻഡ് അദ്ദേഹത്തിന്റെ ആ ഒരു പഴയ ഫോമിൽ ഇപ്പോൾ ഇല്ല, അതൊരു പ്രശ്നമാണ് അവർക്ക്. അപ്പോൾ ഇതാണ്. പിന്നെ അവരുടെ പോസിബിൾ 11ലേക്ക് നമുക്കൊന്ന് പോയാൽ ഇപ്പോൾ രോഹിത് ശർമ്മയും ക്യുണ്ടൻ ഡീകോക്കും കൂടി ഓപ്പൺ ചെയ്യും. അങ്ങനെയാണെങ്കിൽ റയൽ റിക്കൽട്ടൻ പുറത്തിരിക്കും. നമ്പർ 3 സൂര്യകുമാർ വരും, നമ്പർ 4 തിലക് വർമ്മ വരും, നമ്പർ 5 വിൽ ജാക്സ് വരും, നമ്പർ 6 ഹാർദിക് പാണ്ഡ്യ, നമ്പർ 7 നമാൻ ദേർ, നമ്പർ 8 ഷാർദുൽ താക്കൂർ ഓർ ദീപക് ചഹർ വരും, നമ്പർ 9 ട്രെന്റ് ബോൾട്ട്, നമ്പർ 10 ജസ്പ്രീത് ബുംറ, നമ്പർ 11 മായങ്ക് മാർക്കണ്ഡെ. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഷെർഫിൻ റുദർഫോർഡ് ഇറങ്ങാനുള്ള ചാൻസ് ആണ്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് റുദർഫോർഡ് ഇറങ്ങും. അപ്പോൾ ഇത്രയൊക്കെയാണ് മുംബൈനെ പറ്റി പറയാനുള്ളത്. കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാത്തിരിക്കുക.